നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചക്ക കുഴച്ചതും മീൻകറിയും ഇഷ്ടമല്ലാത്ത മലയാളീസ് ഉണ്ടോ അല്ലേ? പണ്ട് കാലത്തെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ഭക്ഷണമായിരുന്നു ചക്ക കുഴച്ചതും അതിൻ്റെ കൂടെയുള്ള നല്ല മീൻ മുളകിട്ടതും. ഇന്ന് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് വാളക്കൂരിയാണ്. അപ്പോൾ വാളക്കൂരി മുളകിട്ടതും നല്ല സ്വയംബൻ ചക്ക കുഴച്ചതും നല്ല വരിക്കച്ചക്ക കുഴച്ചതുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. വീഡിയോ കഴിവതും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ആദ്യമേ തന്നെ മീൻകറിക്കുള്ള ഒരു മസാല തയ്യാറാക്കാം. ഒരു ബൗളിൻ്റെ അകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വറുത്ത് പൊടിച്ച പെരുംജീരകപ്പൊടി, പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാനിവിടെ പിരിയൻ മുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ അകത്തേക്ക് നമുക്ക് നല്ല ചൂട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. മീൻകറി ഉണ്ടാക്കുന്നതിന് നമുക്കൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. മീൻകറി വെക്കുമ്പോൾ കഴിവതും മൺചട്ടിയിൽ തന്നെ വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ആ വാളക്കൂരിയുടെ ഫാറ്റ് പാർട്സ് അഥവാ നെയ്യ് ഭാഗം അത് ഈ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 3 to 4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യുമ്പോൾ ഈ നെയ്യ് ഭാഗം നല്ലപോലെ ഉരുകി ഓയിലായിട്ട് നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ അകത്ത് നമുക്ക് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മീൻകറിക്ക് ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് കഴിവതും ഈ വാളക്കൂരിയിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കളയാതെ ഇതേപോലെ ഒന്ന് ഉരുക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കാം. കടുക് എല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും, ഒരു 3 to 4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും, ഒരു 4 പച്ചമുളക് നെടുകെ പിളർന്നതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിലിട്ട് 1 മിനിറ്റ് നമുക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്യാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചെറുള്ളി ചേർത്ത് കൊടുക്കാം. മീൻകറിയിൽ കഴിവതും ചെറിയ ഉള്ളി തന്നെ ചേർക്കുന്നതാണ് മീൻകറിക്ക് ടേസ്റ്റ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ഒരു 20 മിനിറ്റോളം സോക്ക് ചെയ്ത ഒരു 6 കഷ്ണം കുടംപുളി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചൊരു 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മസാല ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം 2 മിനിറ്റ് ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് കുടംപുളി കുതിർത്ത് വെച്ചെന്ന് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്കൊരു 2.5 ഗ്ലാസ് വെള്ളവും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ നന്നായിട്ട് ഒന്ന് തിളച്ച് വരും. അതിനുശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് വെട്ടിക്കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന വാളക്കൂരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വാളക്കൂരിയുടെ 1.5 കിലോ മീറ്റാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 4 to 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ച് പാചകം ചെയ്യേണ്ട ആവശ്യമില്ല. പകരം തുറന്ന് വെച്ച് ഒരു 10 to 15 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാറൊക്കെ ഒന്ന് പറ്റി കിട്ടും. ഓരോ 3 മിനിറ്റ് കൂടുമ്പോഴും ചട്ടി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്കിതിനകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ചട്ടി ചുറ്റിച്ച് കൊടുക്കാം. മീൻകറിക്ക് നല്ലൊരു സ്വാദും മണവും കിട്ടുന്നതിന് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം.
അപ്പോൾ വളരെ കുറച്ച് ഒരു പിഞ്ചെന്നൊക്കെ പറഞ്ഞിട്ട് അത്രയും കായപ്പൊടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇല്ലാത്ത ആൾക്കാർ പെരുങ്കായമാണ് കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ആ കൂടെ ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നമുക്ക് വീണ്ടും ചട്ടി ഇതേ കൂട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിമൊക്കെ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് ചട്ടി കറക്കി കൊടുക്കുക. എന്നിട്ട് ഒരു ചെറിയ തിള വരുന്നത് വരെ മാത്രം ഒന്ന് കുക്ക് ചെയ്യുക. ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ട് മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ. അപ്പോൾ ഒരു ചെറിയ തിളയൊക്കെ വന്നു. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു 3 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്വയംഭൻ വാളക്കൂരിക്കറി റെഡിയായിട്ടുണ്ട്. മീൻ കറി വെച്ച് ഏറ്റവും കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും ഇരുന്നതിന് ശേഷം മാത്രം ഇത് സെർവ് ചെയ്യുക. മീൻ കറിയുടെ കൂടെ കഴിക്കാനുള്ള ചക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ചക്കയൊക്കെ വെട്ടിക്കഴുകി വെച്ചതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം അതിൻ്റെ അകത്തേക്ക് നമുക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. ആ ചക്കയുടെ ഒപ്പം തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊരു 2 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചക്കയിലിടാനുള്ള ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഒരു അരമുറി തേങ്ങ ചിരകിയത്, 3 പച്ചമുളക്, 4 ചുവന്നുള്ളി, ഒരു 3 വെളുത്തുള്ളി, അതിനുശേഷം 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ അരയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാവുന്നതാണ്. അരപ്പ് മിക്സ് ചെയ്യുമ്പോൾ ആ തവി കൊണ്ട് ചക്ക ഒന്ന് ഉടച്ചും കൂടി കൊടുക്കുക. ചക്ക കുഴച്ചിടാനുള്ള ഒരു വറവ് തയ്യാറാക്കാം. ഒരു ഇരുമ്പ് ചീനിച്ചട്ടിക്കകത്തേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു 2 ചുവന്നുള്ളി ചെറുതാക്കി എരിഞ്ഞത്, ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു 3 വറ്റൽമുളക്, ഇത്രയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നമുക്ക് ആ വറവ് ഈ ചക്കയുടെ മേളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വയംഭൻ വരിക്കച്ചക്ക കുഴച്ചത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ വാളക്കറിയും കൂട്ടി ഒരു പിടി പിടിക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായ കൂട്ടുകാർ ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യാനായിട്ട് മറക്കരുത്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.